ശരി, കാളിദാസിന് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഈ ഷെയർ ട്രേഡിംഗ് ആപ്പ്, ഫേക്ക് ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 3.5 കോടി രൂപയാണ് ഒരാൾക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ $6 കോടിയോളം രൂപയാണ് മറ്റൊരു വ്യക്തിക്ക് പോയിട്ടുള്ളത്. അദ്ദേഹം ഒരു കൂട്ടം ആൾക്കാർ ഡൽഹി പോലീസും CBI ആണെന്ന് പറഞ്ഞിട്ട് ഫേക്കായിട്ട് അദ്ദേഹത്തിന്റെ ഈ പണം തട്ടുകയുണ്ടായി. ഈ കുറിയർ സ്കാം, അതായത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത പാഴ്സലിൽ കുറിയറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഏകദേശം 5 കോടി രൂപയോളമാണ് തട്ടിച്ചത്. മറ്റൊരാൾക്ക് കറൻസി ട്രേഡിംഗ്, ഫേക്ക് കറൻസി ട്രേഡിംഗ് ആപ്പ് വഴി ഏകദേശം 7 കോടി രൂപയോളം ആണ് പോയിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറയുന്നത്, ഈ തട്ടിപ്പുകാര് ഏതെങ്കിലും പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ പൈസ നിക്ഷേപിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൈവറ്റ് ഫേമോ, ഒരു ബിസിനസ് സ്ഥാപനമോ ഒരിക്കലും ആരുടെയും പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫേക്കാണ്, ഇല്ലെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ വക ഒരു 1930 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ആർക്കെങ്കിലും ഈ തട്ടിപ്പിന് ഇരയായാൽ എത്രയും പെട്ടെന്ന് 1930 കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയ പൈസ ഫ്രീസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. പക്ഷെ 1930 ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് അറിയിക്കേണ്ടതാണ്. ഡീറ്റെയിൽഡ് പ്രസ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, തരുന്നുണ്ട്. ഇത് മെയിൻലി ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് വിളിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഏകദേശം ഒരു 25 കോടി ഉണ്ട്. പിന്നെ ഈ 4 കേസുകളിൽ മാത്രമായിട്ടാണ് ഏകദേശം ഈ 20 കോടി എന്ന് പറയുന്നത്. ഈ 7 കോടി 5 കോടി തുടങ്ങിയ വലിയ എമൗണ്ടുകളിൽ കേസ് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിലാണ് വന്നിട്ടുള്ളത്. ഫേക്ക് ലോൺ ആപ്പ് സ്കാമും ഉണ്ട്. പക്ഷെ അതിൽ പോകുന്ന തുക അത്ര വലിയ തുകകളല്ല. പക്ഷെ ഇത് നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടുവരുന്നത്, ഈ വ്യക്തികളെല്ലാം തന്നെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. ഒരാളൊരു IT കമ്പനിയുടെ ഉടമസ്ഥൻ കൂടിയാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് എമൗണ്ട് കൂടുതൽ പോയിട്ടുള്ളതായി കണ്ടിട്ടുള്ളത്. അപ്പോ ഇത് വീട്ടമ്മമാര് ചെറിയ തുകകൾ പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ വലിയ വലിയ തുകകൾ, അതായത് കോടിക്കണക്കിന് രൂപ പോയിട്ടുള്ളത് ഇങ്ങനത്തുള്ള വ്യക്തികളിൽ നിന്നാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ട്. അത് ഡേ ലോങ് കോൾസ്, അത് പിന്നെ അവര് സ്കൈപ്പ് കോളിലേക്ക് വരുത്തുകയും സ്കൈപ്പ് വീഡിയോ കോളിംഗ് വഴി അവരെ മാനസികമായി ഇതിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ തട്ടിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ. അതെ, 2 മണിക്കൂറിനുള്ളിൽ വിളിച്ചു കഴിഞ്ഞാൽ 100% എമൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 2 മണിക്കൂറിനുള്ളിൽ വിളിച്ച് കഴിയുകയാണെങ്കിൽ. ഒരുപാട് കേസുകളിൽ നമ്മൾ ഈ 1930 റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഒരുപാട് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഏകദേശം 1 കോടിയോളം രൂപ നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ പ്രോസസ്സ് 1 കോടിക്ക് മുകളിൽ ഓൾറെഡി റീക്ലെയിം ചെയ്ത് കഴിഞ്ഞു വിവിധ കേസുകളിലായിട്ട്. ഇപ്പോഴും നമ്മൾ ക്ലെയിം ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ഉള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷനോടൊപ്പം ക്ലെയിംസ് എത്രയാണ് ടോട്ടൽ പെൻഡിംഗ് ഉള്ളത്? ഏകദേശം ഒരു 3 കോടിയുടെ ക്ലെയിംസ് ഇപ്പോൾ പെൻഡിംഗ് ആണ്. അത് ഏകദേശം ഈ 400 കേസുകളിൽ നമ്മൾ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് കണ്ടാൽ ഇമീഡിയറ്റ്ലി നമുക്ക് അത് ഫ്രീസ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്.
നിന്നാണ് ഈ കോൾസ് വരുന്നത്? അതെ, അത് സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നാണ് ഏറെ പങ്കും വരുന്നത്. പക്ഷെ അത് എല്ലാവരും ഈ സിമ്മും ഇല്ലെങ്കിൽ ഈ അക്കൗണ്ട്സും എല്ലാം പല പല വ്യക്തികളുടെ പേരിലാണ്. ഇതിന് പിന്നിലുള്ളവരുടെ യഥാർത്ഥ പേരിലല്ല ഇത് ചെയ്യുന്നത്, ഈ അക്കൗണ്ട്സോ ഇല്ലെങ്കിൽ സിം കാർഡുകളോ. അതുകൊണ്ട് യഥാർത്ഥ വ്യക്തികളിലേക്ക് എത്താൻ ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഒരുപാട് കേസുകളിൽ യഥാർത്ഥ വ്യക്തികളെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി പിടിക്കപ്പെട്ടവരെയും നമ്മുടെ കേസിൽ പ്രതിയായവരെയും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ബാങ്ക് മാനേജേഴ്സ് ഇല്ലെങ്കിൽ ബാങ്ക് അധികൃതരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് കൂടി നമുക്കിപ്പോൾ സംശയമുണ്ട്. ആ രീതിയിലും ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്നതാണ്. രണ്ട് തരത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ഉണ്ട്, അല്ലാതെ മരിച്ചുപോയവരുടെയും ഉണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ആണെങ്കിൽ അവർക്ക് ചെറിയൊരു തുക നൽകി അതിന്റെ ഓപ്പറേഷണൽ കൺട്രോൾ ഇവർ ഏറ്റെടുക്കുകയാണ് പതിവ്. അതായത് അവരുടെ ATM കാർഡും ഈ അക്കൗണ്ടിന്റെ പാസ്വേഡും ലോഗിനും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അവർക്ക് അറിയാത്ത രീതിയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി വിത്ഡ്രോ ചെയ്യാണ് ഒരു പരിപാടി. സെല്ല് ചെയ്യുന്നതിന് സമാനമാണ്. പക്ഷെ അതിപ്പോ ഒരു ക്രൈമാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഈ ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അവരെ പ്രതിയാക്കാൻ കോ-അക്യൂസ്ഡ് ആക്കാൻ ചാൻസ് കുറവാണ്. അതെ, എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പം ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും UP-യിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ഒരുപാട് ഗാങ്സ് ഇതിന്റെ പിന്നിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ മെത്തേഡ് സെയിം ആണ്. മെത്തേഡ് സെയിം ആണെന്ന് പറയുന്നത്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഇവർ പണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇത് ഇവിടെ വിക്ടിംസ് എല്ലാം മലയാളികളാണ്. പ്രതികൾ വളരെ കുറവാണ്. മലയാളികൾ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. റാൻഡമാണ്, മിക്ക കോൾസും റാൻഡമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിന് പ്രത്യേകിച്ച് ഈ ഫേക്ക് ഷെയർ ട്രേഡിംഗ് സ്കാമും ഫേക്ക് ആപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ കറൻസി അതിന്റെയൊക്കെ ഫേക്ക് ആപ്പുകളുടെ ടാർഗറ്റ്സ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ മറവിൽ ഏതെങ്കിലും വ്യക്തിയുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതില് ആ ഒരു ശ്രദ്ധക്കുറവ് മൂലമാണ് അവർ ഈ ചതിയിൽ പെടുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയുടെ തന്നെ ഫേക്ക് ആപ്പിലാണെങ്കിൽ തന്നെ അക്കൗണ്ടും കമ്പനിയുടെ പേരിലായിരിക്കണമല്ലോ. പക്ഷെ അക്കൗണ്ട് ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ കൽക്കട്ടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും സിറ്റികളിലുള്ള ഒരാളുടെ പേരിലായിരിക്കും ഉള്ളത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവരിപ്പോ ഫോറക്സ് ഇതുവരെ ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട്. പല അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പരസ്യം കൊടുക്കുന്നു. ലിങ്ക് അവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പൊ ആ ലിങ്കിൽ കയറിയാണ് ഇവർ ഈ പല ഫേക്ക് ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തിട്ട് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷെ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ അക്കൗണ്ടിലേക്കായിരിക്കും. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത തുക വർദ്ധിക്കുന്നതായി ഇവര് കാണുന്നുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ തുക ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഘട്ടത്തിൽ ഇവര് പിൻവലിക്കാൻ ഇത് ശ്രമിക്കുമ്പോൾ പിൻവലിക്കണമെങ്കിൽ ഇത്രയും രൂപ ടാക്സ് അടയ്ക്കണം, ഇല്ലെങ്കിൽ കാരണം ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 10, 20, 50 ഇരട്ടി വർധനമാണ്. ഇപ്പൊ 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 20 കോടി റിട്ടേൺസ് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായി അത് പിൻവലിക്കാൻ വേണ്ടി വീണ്ടും 1-2 കോടി കൂടെ ഇവര് ചോദിക്കുമ്പോൾ എല്ലാവരും അതും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത 1 കോടിയും പിന്നെ ഈ റിട്ടേൺസിന് ടാക്സ് എന്ന് പറഞ്ഞ്
വീണ്ടും 1-2 കോടിയും കൂടെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അത് റാൻഡമായിട്ട് കോൾ ചെയ്ത്, പ്രത്യേകിച്ച് ഫെഡെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ, കുറിയർ കമ്പനിയുടെ പേരിലാണ് അത് ചെയ്യുന്നത്. അതായത് ഒരു പാഴ്സല് നിങ്ങളുടെ ID, ആധാർ അല്ലെങ്കിൽ പാൻ നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ID ഉപയോഗിച്ചിട്ട് ഒരു പാഴ്സൽ ഇവിടെ കസ്റ്റംസ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ED പിടിച്ചിട്ടുണ്ട്, അതിനകത്ത് ഡ്രഗ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞാണ് ഇവർ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ സ്കൈപ്പ് കോളിലേക്ക് വിളിക്കുകയും, സ്കൈപ്പ് കോളിൽ ഇരിക്കുന്ന ആൾ ഒരു പോലീസ് സ്റ്റേഷന് സമാനമായ ഒരു സെറ്റിലായിരിക്കും ഇരിക്കുന്നത്. സിനിമ സെറ്റ് പോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു പോലീസ് സ്റ്റേഷന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചിത്രീകരണമായിരിക്കും. യൂണിഫോമിലും ആയിരിക്കും പലപ്പോഴും. അത് മുംബൈ പോലീസെന്നോ ഇല്ലെങ്കിൽ ഡൽഹി പോലീസെന്നോ CBI എന്നോ പറഞ്ഞിട്ട് അങ്ങനെ അവരെ ഭയപ്പെടുത്തി ഇവരുടെ കയ്യിലുള്ള യഥാർത്ഥ പൈസ വെരിഫിക്കേഷൻ എന്ന വ്യാജേന ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് വരുന്നത്. ഒരിക്കലും ഒരു ഗവൺമെന്റ് ഏജൻസിയും പൈസ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. ഇല്ല, ഇവിടെ എല്ലാം ലോക്കലായിട്ട് ഉള്ളത്. തമിഴ്നാട് ചെന്നൈ കേന്ദ്രീകരിക്കുന്ന 2-3 കേസ് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ട് സ്ത്രീകളാണ്. സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് വേണ്ട ഒരു നടപടിയെ ഈ അന്വേഷണത്തിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണം പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഒഴിവാക്കും. ചെന്നൈ പോലീസിന്റെ അല്ല, ചെന്നൈ കേന്ദ്രീകരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ നടന്ന തോട്ടമേഖല കേന്ദ്രീകരിച്ച സംഭവം നടന്നു. പരാതിയുണ്ട്. ആ പരാതി അവർ എടുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ട് സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നോട്ടുള്ള നടപടിക്രമം ഇതിലുണ്ടായിരുന്നു. അത് ഓരോ കാരണം പറഞ്ഞ് ഒഴിവാക്കുന്നു. എന്ത് ടൈപ്പ് ഓഫ് തട്ടിപ്പാണ്? പൈസ ലോൺ തരാൻ GST അടയ്ക്കാനും പറഞ്ഞിട്ട് പൈസ ആവശ്യപ്പെടും. പൈസ അയൽക്കൂട്ട സംഘടന പോലുള്ള സംഘടന ലോൺ എടുത്ത് ഈ തുക അടയ്ക്കുക. ഓക്കെ, അത് നമ്മൾ പരിശോധിക്കാം. അങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നടപടി എടുക്കുന്നുണ്ട്. ഇവിടെ ക്രിപ്റ്റോ ലീഗലാണ്, ഇപ്പോൾ ലീഗലാണ്. പക്ഷെ അതിന്റെ ആപ്പ് ലീഗലാണോ ഇല്ലെങ്കിൽ ആപ്പ് യഥാർത്ഥ കമ്പനിയുടെ ആപ്പാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ബേസിക് ആയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമ്പനിയും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും പണം മറ്റൊരു വ്യക്തിയുടെ പ്രൈവറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രമുഖ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പേരിലുള്ള ഫേക്ക് ആപ്പ് ആണെങ്കിൽ കൂടെ ആ ആപ്പിലേക്കെന്നും പറഞ്ഞ് അവിടുത്തെ ഒരു എംപ്ലോയി ഇല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടിയുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഒരിക്കലും ഒരു കമ്പനിയും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് ഏജൻസി അങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ചെക്ക് ചെയ്യണം എന്ന് പറയില്ല. പക്ഷെ അതിലാണ് ആൾക്കാർ ഈ ചതിയിൽ പെടുന്നത്. അതിലും വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ATMകളിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യോ ഇല്ലെങ്കിൽ ബാങ്കിന്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ടെമ്പററി ഗ്ലിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുന്നതിന് പകരം ഈ ഫേക്ക് കസ്റ്റമർ ID ഇല്ലെങ്കിൽ ഫേക്ക് കസ്റ്റമർ കെയർ നമ്പേഴ്സ് ഇവര് വെബ്സൈറ്റുകളിൽ കൊടുത്തിട്ടുണ്ട്. പരസ്യമായിട്ടാണ് വരുന്നത്. പല വെബ്സൈറ്റിലും നമ്മൾ ഗൂഗിൾ അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിൻ വെച്ച് സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന വെബ്സൈറ്റിൽ ഇവർ പരസ്യം കൊടുത്തിരിക്കും. പക്ഷെ ആ പരസ്യത്തിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ കെയർ നമ്പർ വ്യാജ നമ്പർ ആവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഏത് ബാങ്കിന്റെയോ ഇല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ ആണെങ്കിലും അവരുടെ ഓതറൈസ്ഡ് സൈറ്റിൽ കയറി മാത്രമേ അവരുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാൻ പാടുള്ളൂ. ഈ വ്യാജ കസ്റ്റമർ കെയർ വഴിയും ഒരുപാട് പേരുടെ പണം പോകുന്നുണ്ട്. കാരണം ഇവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുകയും ലോഗിനും പാസ്വേഡും അതോടൊപ്പം OTPയും ചോദിക്കുകയും ചെയ്യുന്നു. ഈ വിക്ടിം വിചാരിച്ചിരിക്കുന്ന പറയുന്നത് ഇത് ആ ബാങ്കിന്റെ ഒറിജിനൽ കസ്റ്റമർ കെയർ നമ്പർ എന്നുള്ള ധാരണയിലാണ് ഇത് ചെയ്യുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിദേശ കോളുകളുടെ എണ്ണം നമ്മൾ അധികം നോട്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പോ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഇത്രയും പറ്റിയിട്ടുള്ളത് ഇവിടുത്തെ ലോക്കൽ കോൾസ് തന്നെയാണ്. ഇന്ത്യക്കകത്തു നിന്നുള്ള കോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതെ, ഉത്തരേന്ത്യൻ, അന്യ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യ, ബംഗാള്, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറെ. മഹാരാഷ്ട്രയുണ്ട്, രാജസ്ഥാൻ. മലയാളികളുടെ ഇൻവോൾവ്മെന്റ് വളരെ കുറവാണ്. അക്യൂസ്ഡ് എല്ലാം നോൺ മലയാളീസ് ആണ്. അന്യ സംസ്ഥാനത്തെ ആൾക്കാർ തന്നെയാണ് അക്യൂസ്ഡ് അധികവും. മലയാളികൾ അക്യൂസ്ഡ് ആയിട്ടുള്ള കേസുകൾ അപൂർവം, വളരെ വളരെ. പൈസ കിട്ടുന്നു, അതിനപ്പുറത്തേക്ക് ഇതിന്റെ എൻഫോഴ്സ്മെന്റ് എത്രത്തോളം ടഫാണ്. ഒബ്വിയസ്ലി ഇത് അക്യൂസ്ഡിനെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നത് എളുപ്പമാണ്. അക്യൂസ്ഡിനെ ട്രാക്ക് ഡൗൺ ചെയ്യുന്നത് വളരെ പാടാണ്. കാരണം ഇവരെല്ലാം ഫേക്ക് ID യും ഫേക്ക്
സിം കാർഡുകൾ, പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ തേർഡ് പാർട്ടി ബാങ്ക് അക്കൗണ്ട്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ പല കേസുകളിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ. നമ്മുടെ കേസുകളിലും അവർ പ്രതിയായവരെയും അവരും നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പല ട്രേഡിംഗ് ആപ്പുകളാണ്, പല കമ്പനികളുടെ, അതായത് ജെന്യൂൻ കമ്പനികളുടെ പേരിലുള്ള ഷെയർ ട്രേഡിംഗ് ആപ്പുകളുണ്ട്, അത് ഫോറക്സ് ട്രേഡിങ്ങിന്റെ ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ ക്രിപ്റ്റോ ട്രേഡിങ്ങിന്റെ ആപ്പുകളുണ്ട്. പക്ഷെ ഈ ആപ്പുകളെല്ലാം നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വരുമ്പോൾ ഈ കമ്പനിയുടെ പേരിലല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻഡിവിജ്വലിന്റെ പേരിൽ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ അതാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയാണ്.